ഹോളി മ്യൂസിങ്സ്. തിരുപ്പിറവി കൊണ്ടാടുന്ന വേളയിൽ തിരുവചനങ്ങളുടെ കാലിക പ്രസക്തിക്കായി കാതോർക്കാം, ചിന്തിക്കാം. ഹോളി മ്യൂസിങ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമ്മുടെ രക്ഷകന്റെ തിരുപ്പിറവിക്കായി കാത്തിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഇത്. വേദവചനം പറയുന്നത് പോലെ ഇരുളിലും മരണനിഴലിലും ഇരുന്നവർക്ക് വലിയ പ്രകാശം ഉദിച്ച വെളിച്ചത്തിൻ്റെ തിരുനാൾ. ഈ വെളിച്ചത്തിന് വഴിയൊരുക്കുവാൻ ദൈവം നിയോഗിച്ച വഴികാട്ടിയായിരുന്നു സ്നാപക യോഹന്നാൻ. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 57 മുതൽ 80 വരെയുള്ള വാക്യങ്ങളിൽ അസാധാരണമായ ഒരു ജനനകഥ നാം വായിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജനനം. ഈ ജനനത്തിൻ്റെ 3 പ്രത്യേകതകൾ വർണ്ണിക്കുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളില്ലാതെ വിഷമിച്ചിരുന്ന വൃദ്ധ ദമ്പതികൾക്ക് അവരുടെ നിന്ദയകറ്റി സന്തോഷം നൽകിയ വലിയ ദിവസമാണിത്. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നിന്ദകളും പരിഹാസങ്ങളും വേദനകളും ദൈവത്തിൻ്റെ കരുണയാൽ നമുക്ക് വലിയ സന്തോഷത്തിന് കാരണമായി തീരുമെന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ ജനനത്തിങ്കൽ കൂടി വന്നിരുന്നവരെല്ലാം അവൻ്റെ അപ്പൻ്റെ പേര് പോലെ സക്രിയാവെന്ന് പേരിടുവാൻ ഒരുങ്ങിയപ്പോൾ ദൈവം അവർക്ക് മീതെ പ്രവർത്തിച്ച് പൈതലിന് യോഹന്നാൻ എന്ന പേര് നൽകി. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്കും പദ്ധതികൾക്കും അപ്പുറത്താണ് ദൈവഹിതം. നമ്മുടെ കേവല ആവശ്യങ്ങൾ നിവർത്തിച്ച് നൽകുന്ന എന്തോ ഒന്നായി ദൈവത്തെ നാം കാണരുത്, മറിച്ച് ദൈവ ഇഷ്ടത്തിന് കാതോർക്കുന്ന മൗനമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. അധർമ്മം കൊടികുത്തിവാണ ഒരു കാലത്തിൽ ജനിച്ച് സർപ്പസന്തതികളെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിനെന്ന് ധൈര്യപൂർവ്വം പ്രസംഗിച്ച കത്തി ജ്വലിക്കുന്ന വിളക്കായിരുന്നു സ്നാപക യോഹന്നാൻ. എത്ര ഇരുൾ മൂടിയ കാലത്തിലും ദൈവം സമാധാന മാർഗം തുറന്നു തരുമെന്ന് ഈ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭീതിയിലായ നമ്മോട് ഇത് സമാധാനം സുവിശേഷിക്കുന്നു. ഇത്ര നാളും നടന്ന വഴികളിലെ വെടിപ്പില്ലായ്മ മാറ്റി പുതിയൊരു തിരുപ്പിറവിക്ക് ഇന്നത്തെ വേദഭാഗം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ക്രിസ്തു ജനിക്കട്ടെ, മുറ്റത്തെ പുൽക്കൂടിലല്ല, നമ്മുടെ ഹൃദയത്തിൽ. തയ്യാറാക്കിയത് സനു സുമോൻ, D2 ഇംഗ്ലീഷ്.